ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം മമ്മൂട്ടി, അതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ നമുക്ക് പറയുന്നത് മമ്മൂട്ടി. ഇപ്പം നമ്മൾ പല ആൾക്കാരും പുള്ളി ഇത്രയും വലിയ ഒരു ഇതായിട്ട് നടനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാണെങ്കിലും ചിലപ്പം വഴങ്ങാത്ത ചില ഭാഗങ്ങളുണ്ട്. ഇപ്പം ഡാൻസ് കളിക്കുക, ആ പ്രായത്തിൽ 70-80 വയസ്സിൽ ഡാൻസ് കളിക്കുക, ഡാൻസ് വളരെ മോശമാണെന്ന് പുള്ളിക്കും അറിയാം, നമുക്കും അറിയാം പുള്ളിയുടെ ഡാൻസ്. പക്ഷെ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജോലിയിൽ പുള്ളി അതിനകത്ത് നിൽക്കണമെങ്കിൽ അത് ആവശ്യമാണ്. അത് ആവശ്യത്തിന് വേണ്ടി പുള്ളിക്ക് വഴങ്ങിയില്ലെങ്കിലും പുള്ളി ബലമായിട്ട് ചെയ്യും. അതാണ് ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് പറ്റാത്ത സാധനമാണെങ്കിലും ആ സാധനത്തിന് അത് ചെയ്യണമെങ്കിൽ, അത് ആവശ്യമാണെങ്കിൽ അതിന് വേണ്ടി വരുന്നത് അത് പഠിച്ച് ചെയ്യാമെന്നിട്ട് മാക്സിമം ബെസ്റ്റായിട്ട് പുള്ളി ചെയ്യും. പുള്ളിക്ക് പഴങ്ങാത്ത സ്റ്റണ്ട് പുള്ളിക്ക് ഇപ്പോൾ മോഹൻലാലൊന്നും ചെയ്യുന്നത് സ്റ്റണ്ടോ മോഹൻലാലൊക്കെ ചെയ്യുന്നുള്ള ഡാൻസൊന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനോട് പുള്ളി അടിച്ചാൽ പുള്ളി നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇന്നാളെ ഏതോ ഒരു ഇൻ്റർവ്യൂവിന് ഫാസിലോ പറഞ്ഞൊരു ഇൻ്റർവ്യൂവിന് പറഞ്ഞത് ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇത് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് മമ്മൂട്ടിയാണ്. എൻ്റെ കാരണം റീസൺ പറഞ്ഞാണെന്നറിയോ? മോഹൻലാലുമായിട്ട് പുള്ളിക്ക് അടിച്ചു നിൽക്കാൻ പുള്ളിക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന്. അതുകൊണ്ടാണ് മമ്മൂട്ടിയാണ് പുള്ളിക്ക് ഏറ്റവും ബഹുമാനം എന്ന് പറഞ്ഞത്. മോഹൻലാലിനെ പോലത്തെ ഒരു അസാമാന്യ നടൻ്റെ മുമ്പിൽ മമ്മൂട്ടി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയാണല്ലോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. പുള്ളിക്ക് ഈ ഇങ്ങേരെപ്പോലെ ഒരാളുടെ മുമ്പിൽ, ഇങ്ങേരൊരു ബോൺ ആക്ടറാണ്, ഇങ്ങേര് ചെയ്യുന്നതും കാണുന്നതും കൺപീലി വരെ അഭിനയിക്കുന്നു പറയും മോഹൻലാലിൻ്റെ. അത്രയും ഇതായിട്ടൊരാളുടെ മുമ്പിൽ പുള്ളി അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയാണ് ഞാൻ കൂടുതൽ ആ കാര്യത്തിൽ എഫേർട്ടിന് അംഗീകരിക്കുന്നതാണ് പറഞ്ഞത്. കാരണം അതാണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞത്. അത് നമുക്ക് വഴങ്ങാത്തതാണെങ്കിൽ പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അത് ആവശ്യമെങ്കിൽ അതിനുവേണ്ടി മാറ്റം വരുത്താൻ തയ്യാറാകുന്ന ഒരാളാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അത് പ്രൊഫഷണലാകുക. എപ്പോഴും ഓർത്തിരിക്കുക, സക്സസ് തരുന്ന ഒരു സാധനവും ഒരു ലഹരി വേറൊന്നും തരില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് രാധാകൃഷ്ണൻ സാർ ചിലപ്പോൾ ഒക്കെ കുറച്ചുകൂടെ മനസ്സിലാവും അല്ലേ? നമ്മൾ സക്സസ് ആയി, നമ്മളിത് ഒരു ഇതിനകത്ത് പോയി യാത്രകൾ ചെയ്യുന്നു, അതിനെക്കൊണ്ട് പുതിയ റിസൾട്ടുകൾ വരുന്നു. ആദ്യത്തെ ഫേസിലേ നമുക്ക് എഫേർട്ട് വരുള്ളൂ കൂടുതൽ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എഫേർട്ട് കുറയും. കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വണ്ടി ഓടിക്കൊണ്ടിരിക്കും, പിന്നെ ടോപ്പ് ഗിയറിലേക്ക് ഇടുന്നെന്ന് പറയുന്നിടത്ത് ആ ഒരു ഇതേ വരുള്ളൂ. ആ ഫസ്റ്റ് ഗിയറിലാണ് കൂടുതൽ ആക്സിലേറ്ററും കൊടുക്കേണ്ടി വരുന്നത്, കൂടുതൽ എഫേർട്ടും കൊടുക്കേണ്ടി വരുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ കഴിഞ്ഞാൽ വണ്ടി കുറേ കൂടെ സ്മൂത്തായിട്ട് പോകും. ആക്സിലേറ്റർ കുറച്ചും മതി, സ്മൂത്തായിട്ട് പോകും. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ യുവാക്കളൊക്കെ തന്നെ പിള്ളേരൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഹോപ്പ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഹോപ്പുള്ള ഒരാളും ഈ പരിപാടിക്ക് പോകും, ഒരിക്കലും പോകത്തില്ല. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും വലിയൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലെല്ലാവരും വളരെ ഫോക്കസ്ഡ് ആയിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ മഹത്വം നമ്മൾ തന്നെ ഏത് കാര്യം, ഓർഗാനിക് ഇൻഡസ്ട്രി വളരെ ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. സാധാരണക്കാരന് ഏത് പ്രായക്കാർക്കും അവരവരുടെ വീട്ടിൽ വെച്ച് തുടങ്ങാം. നമുക്ക് ഭയങ്കര ഒന്നുമില്ല, ഫസ്റ്റ് ഡേ മുതൽ പ്രോഫിറ്റ് ആവും. ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ നേരം പ്രോഫിറ്റ് ഉണ്ട്. അതിനകത്തൊരു ലേണിംഗ് ഉണ്ട്. മറ്റേതെങ്കിലും കമ്പനിയുടെ പോലും ചെയ്യുന്നില്ല, ഇതിനകത്തൊരു ഒത്തിരി ലേണിംഗ് ഉണ്ട്. ആ ലേണിംഗ് മുഴുവൻ നമുക്ക് ഭാവി ഗുണം ചെയ്യും. അനുബന്ധ ബിസിനസ്സിനുള്ള സാധ്യത, പ്രൊഫൈല്, സമൂഹത്തിലുള്ള നമ്മുടെ ഒരു വില, വാല്യൂവും റെസ്പെക്റ്റും എല്ലാ ആസ്പെക്റ്റൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ യുണീക്നെസ് ഇതിനകത്തുണ്ട്. ഒരു നമ്മളിലുണ്ടാകുന്ന മാറ്റം, നമ്മൾ ആസ് എ പേഴ്സൺ, ഒരു പേഴ്സൺ, നമ്മുടെ ഗ്രോത്ത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ ഗ്രാജുവലി നമ്മളിലുണ്ടാകുന്ന ചേഞ്ച്, നമ്മുടെ ഭാഷ, നമ്മുടെ പെരുമാറ്റം ഒക്കെ ഉണ്ടാകുന്ന വളരെ റൂഡായിട്ട് ആൾക്കാരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തൊക്കെ പോലത്തെ ഒരു ആക്ടിവിറ്റിയിലൊക്കെ വന്നാൽ നമ്മളിനി മോശം, ഒരുത്തനെ ചീത്ത വിളിക്കരുത്, അത് മോശമാണ്. ഒരാളെ നമ്മൾ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരാളുമായിട്ട് മോശമായിട്ട് സംസാരിച്ചാൽ തന്നെ നമുക്ക് കുറ്റബോധം തോന്നണം. ഞാനത് പറഞ്ഞത് എനിക്ക് മൈനസ് മാർക്ക് കയറുകയെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. ഞാനൊരാളോട് മോശമായിട്ടല്ലേ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വന്നാൽ അതെനിക്കാണ് ദോഷം എന്ന് ഞാൻ തിരിച്ചറിയുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിയാലേ പറ്റുള്ളൂ. നമ്മുടെ വിചാരം, നമ്മുടെ ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറയും. നമ്മുടെ ഇവിടെ വിചാരം അടിച്ച് നിൽക്കുന്നവനാണ് കേമൻ എന്നാണ് പൊതുവെ സൊസൈറ്റിയിൽ എപ്പോഴും. അടിച്ച് നിൽക്കുക, ഒന്ന് പറയുന്നത് തന്തയ്ക്ക് പറഞ്ഞാൽ അന്നേരം തള്ളയ്ക്ക് പറയാൻ റെഡിയായിട്ട് നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒരു വിലയില്ലെന്നുള്ള, അതവിടെ പോട്ടേന്ന് വെക്കാൻ പറ്റുന്നവനാണ് വാല്യൂ കൂടുന്നത്. പോട്ടെ, അതിൻ്റെയൊക്കെ പുറകെ നമ്മൾ നിന്നാൽ നമ്മുടെ അത്രയും ടൈം പോകുമല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരാൾ. അപ്പോൾ അത് നമുക്ക് ഡ്രൈവിങ്ങിലൊക്കെ ആണെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചറിയാം. നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഈ റോഡിലൊക്കെ കിടന്ന് അടിപിടി കൂടുന്നൊക്കെ കാണാറില്ലേ? ആരെങ്കിലും മനഃപൂർവ്വം ഇടിപ്പിക്കും, എന്നിട്ട് ഒരു കാര്യത്തിന് വേറൊരാൾ കാണിച്ചൊരു മിസ്റ്റേക്കിന് വേണ്ടി അവിടെ കിടന്ന് തല്ലുണ്ടാക്കുക. എനിക്ക് ഇതുവരെ, അത് അഭിമാനത്തോടെ പറയാം, ഇന്ന് വരെ എനിക്ക് തോന്നുന്ന ഒരു 8 ലക്ഷം കിലോമീറ്ററെങ്കിലും ഞാൻ കാർ ഓടിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു റോഡിൽ ഒരു സ്ഥലത്ത് വണ്ടിയെ മുട്ടിയിട്ടു ഒറ്റ അക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വണ്ടിയെ ഒന്ന് ചുമ്മാ മുട്ടു, മനഃപൂർവ്വം കൊണ്ട് ഇടിപ്പിക്കാൻ നമുക്ക് മുൻവൈരാഗ്യമല്ലോ ഉണ്ട് അവർക്ക് നമ്മളോട്. പിന്നെന്തിനാണ് അവരോട് ചൂടാകുന്നത്? സംഭവിച്ചു, ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മിസ്റ്റേക്കാണ്, പൈസ കൊടുക്കാമെന്ന് പറയും. അവരുടെ മിസ്റ്റേക്കാണ്, എന്താ ചെയ്യാൻ പറ്റും സാറേ എന്ന് ചോദിക്കും. ഇൻഷുറൻസ് ഉണ്ടോ, എന്താ ചെയ്യാൻ പറ്റും? ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കത്തുമില്ല. അവരെ കിടന്ന് ചീത്ത വിളിക്കാൻ നമ്മുടെ ടൈം കളയുന്ന ആവശ്യം എന്താ ഉള്ളത്? ആരെങ്കിലും വളരെ ഇതായിട്ട് നമ്മളെ ചീത്ത വിളിച്ചാൽ ലോൺ അടിച്ചിട്ടൊന്ന് വിഷ് ചെയ്തിട്ട് പോകും, അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോകും, അവർ കുറച്ചുകൂടെ ഭ്രാന്താവും. കാരണം അവർ പ്രതീക്ഷിക്കുന്നത്, ഒരു ചീത്ത വിളിക്കുന്ന ഏതൊരാളും പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മളവരെ ചീത്ത വിളിക്കും അടുത്തത്, അന്നേരം അവരതിന് ഉത്തരം പറയാനായിട്ട് വെമ്പൽ കൊണ്ടാണ് നിൽക്കുന്നത്. നമ്മൾ അവർ പറയുമ്പോൾ നമ്മൾ ഉടനെ അതിന് പറയുമ്പോൾ അവർ അടുത്ത് പറയാൻ നിൽക്കുന്നിടത്ത് നമ്മൾ ചിരിച്ച് കാണിച്ചാലോ അവർക്ക് പ്രഷർ കൂടും. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി, ഇങ്ങോട്ട് ചൂടാകുന്ന ഒരാളെ ചുമ്മാ നോക്കി ചിരിച്ച് കാണിച്ച് നോക്കി, അവൻ്റെ പ്രഷർ കൂടി അവൻ മരിക്കും.
നമുക്കൊന്നും ബാധിക്കത്തില്ല. നമ്മളെ ബാധിക്കാതിരിക്കാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിതിലേക്ക് കയറരുതെന്നും. ഒരു രാവിലെ നമ്മൾ ഹാപ്പി മൂഡിലിരിക്കുക. ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ആൾക്കാർ വരുള്ളൂ. ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ആൾക്കാർ വരില്ല. ആൾക്കാർക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് വരണമെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളവർക്ക് മാത്രമേ ഉള്ള അടുത്തേക്ക് ആൾക്കാർ വരുള്ളൂ. ഹാപ്പി ആയിട്ട് വരുന്നവർക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു അരമണിക്കൂർ ഒരാൾ വന്നിരുന്നിട്ട് പോയാൽ അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരാളായി മാറണം. ഇനിയും പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്, ജീവിതത്തിൽ മുമ്പോട്ടുണ്ട്, അവരുടെ വളർച്ചയ്ക്ക് നമ്മൾ സഹായിക്കും. ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും അവരോടും വളരാൻ പറഞ്ഞു കൊടുക്കുക, വളരാൻ ഗ്രോത്തിന് നമ്മൾ സഹായിക്കും. നമ്മുടെ ആരാണേലും നമ്മുടെ കൂടെ നമ്മളും നമ്മുടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആരോടും വളരാനുള്ള സാധ്യത എൻകറേജ് ചെയ്യുക, എംപവർ ചെയ്യുക. ഈ ഒരു സാധനത്തിൽ നടക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടുള്ളൂ. നമ്മൾക്ക് പറ്റുന്ന ആൾക്കാർ നമ്മളോട് ഇപ്പം നിന്നോളും.